എറണാകുളം ജില്ലാ പഞ്ചായത്ത് നിലനിർത്താൻ UDF-ഉം ഭരണം പിടിക്കാൻ LDF-ഉം കടുത്ത മത്സരമാണ് നടത്തുക. ഇക്കുറി 2020 മത്സര രംഗത്തുണ്ടാകും. UDF-ന് മുൻതൂക്കമുണ്ട് എങ്കിലും സ്വതന്ത്രരുടെയും 2020-യുടെയും സ്വാധീനം തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. മുസീന കൊണ്ട് വിവരങ്ങൾ നൽകാനായി. മുസീന, UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. LDF-ഉം സമാന്തരമായി അങ്ങനെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം LDF-നുമുണ്ട്. അപ്പോൾ ഇവിടെ 2020 ഇരു മുന്നണികൾക്കും ഒരു ഭീഷണിയായി അവരും എല്ലാ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനും പഞ്ചായത്തുകളിലടക്കം കൊച്ചിൻ കോർപ്പറേഷനിലടക്കം മത്സരിക്കാനൊക്കെ 2020-യും തീരുമാനിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ചിത്രം അവിടെ? അജി സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ കുറഞ്ഞ കാലങ്ങളായി ഇപ്പോൾ UDF-ന്റെ ഒരു അപ്രമാദിത്വം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും UDF ആ കോട്ട നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുക. അതിനുള്ള തീവ്ര പരിശ്രമം തന്നെയാണ് UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളൊന്നും തന്നെ ആയിട്ടില്ല എങ്കിൽ കൂടിയും താഴെത്തട്ടിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് UDF-ന്റെ ഭാഗത്തു നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിലും ഇത് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കും. അതേ അജി സൂചിപ്പിച്ചതുപോലെ തന്നെ LDF-നെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു മത്സരം കാഴ്ചവെക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏത് വിധേനയും ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സൂചിപ്പിച്ചതുപോലെ തന്നെ 2020-യുടെ സ്വാധീനം, അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ഡിവിഷനിലാണ് പ്രധാനമായും 2020 കഴിഞ്ഞവണ ജയിച്ച് കയറിയത്. ഒന്ന് വെങ്ങോല, അതുപോലെ തന്നെ കോലഞ്ചേരി എന്നിവിടങ്ങളിലാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും അത്തരത്തിൽ കൂടുതൽ ഇടം കണ്ടെത്താനുള്ള ശ്രമം 2020 ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ഉണ്ടാകും. എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പട്ടികജാതി സ്ത്രീ സംവരണമാണ് ഇത്തവണ എന്നുള്ളതാണ്. മാത്രമല്ല ഏകദേശം 15ഓളം വാർഡുകളിൽ, അതായത് ഡിവിഷനുകളിൽ സ്ത്രീ സംവരണം ഉണ്ട്. കാലടി ഉദയംപേരൂരിൽ പട്ടികജാതി വനിതാ സംവരണ വാർഡുകളാണ് അഥവാ ഡിവിഷനുകളാണ്. അതുപോലെ തന്നെ പാമ്പാക്കുട പട്ടികജാതി സംവരണ വാർഡാണ്. മൂത്തകുന്നം, കോടനാട്, നേര്യമംഗലം, ആവോലി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ജനറൽ വനിതാ സംവരണ വാർഡുകൾ തന്നെയാണ്. എന്താണെങ്കിലും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത ആണ് ഇത്തവണ വരിക എന്നുള്ളത് കാര്യത്തിൽ തീരുമാനം ആയിക്കഴിഞ്ഞു. ഇനി മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്താണെങ്കിലും കക്ഷിനില സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആകെ ഡിവിഷനുകൾ 27 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത്. ഇതിൽ UDF-ന് 16, LDF 9, 2020-ക്ക് 2, നിലവിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൽ തന്നെ UDF-ൽ കോൺഗ്രസ് 15, CPM 5, CPI 3, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒരാൾ, അങ്ങനെ 2022 സ്വതന്ത്രർ 1 എന്നുള്ള രീതിയിലാണ് നിലവിലെ ഒരു കക്ഷി നില. എന്താണെങ്കിലും നിലവിൽ UDF നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ഉം LDF-ഉം 2020-യും അടങ്ങുന്ന വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം